ഇത്തവണ രാഹുൽ ഗാന്ധി എത്തിയത് വിലക്കയറ്റത്തെക്കുറിച്ച് നേരിട്ടറിയാനാണ്. മാർക്കറ്റിലെത്തിയ രാഹുൽ ഇങ്ങനെ കുറിച്ചു: ഒരു കാലത്ത് 40 രൂപയായിരുന്ന വെളുത്തുള്ളിക്ക് ഇന്ന് 400 രൂപ. വിലക്കയറ്റം സാധാരണക്കാരന്റെ പോക്കറ്റ് പൊളിച്ചു. സർക്കാർ കുംഭകർണനെ പോലെ ഉറക്കത്തിലും. ഡൽഹി ഗിരിനഗറിലെ ചന്തയിലെത്തി കച്ചവടക്കാരോടും സാധനം വാങ്ങാനെത്തിയവരോടും സംസാരിച്ചതിനു ശേഷം രാഹുൽ ഗാന്ധിക്ക് പറയാനുണ്ടായിരുന്നത് ഇത്രമാത്രമായിരുന്നു. വെളുത്തുള്ളി വിലയാണ് രാഹുൽ ഗാന്ധി എടുത്തുകാട്ടിയത്. 10% വില കൂടി. വെളുത്തുള്ളി ഉൽപാദനം ഈ വർഷം ഗണ്യമായി കുറഞ്ഞു. അതാണ് വിലക്കയറ്റത്തിന് കാരണമെന്നാണ് കച്ചവടക്കാരൻ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത്. പയർ, ക്യാരറ്റ്, കോളിഫ്ലവർ തുടങ്ങി സകല പച്ചക്കറികൾക്കും ഇരട്ടിയിലധികം വില വർദ്ധിച്ചു. ഈ വിലക്കയറ്റത്തിന് നടുവിൽ സാധാരണക്കാർ എങ്ങനെ ജീവിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. അസാധാരണ വിലക്കയറ്റം സാധാരണക്കാരെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. ഉപഭോഗ രീതി അപ്പാടെ മാറി. നേരത്തെ 1 കിലോ പച്ചക്കറി വാങ്ങിയ പണം കൊണ്ട് ഇന്ന് 1/2 കിലോ ലഭിച്ചാലായി. സാധനങ്ങൾക്ക് മാത്രമല്ല, ചരക്കു നീക്കത്തിനും പണച്ചിലവ് കൂടുതലാണ്. ഡൽഹിയിൽ എവിടെയും കൃഷിയിറക്കാൻ ഒരു തുണ്ട് ഭൂമി ബാക്കിയില്ല. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നത് എന്നാണ് കച്ചവടക്കാർ വിഷമത്തോടെ പറഞ്ഞത്. 1 വർഷമായി രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കളുടെ വില ഉയരുകയാണ്. ധാന്യങ്ങൾ, മത്സ്യം, മാംസം, മുട്ട, പഴം, പച്ചക്കറി, ക്ഷീരോൽപ്പന്നങ്ങൾ എന്നിവയുടെയെല്ലാം വില ഉയരുന്നുണ്ട്. 2023 ജൂൺ മുതൽ വിലക്കയറ്റം പ്രകടമാണ്. വിലക്കയറ്റം ഉയർന്നു നിൽക്കുന്നത് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള റിസർവ് ബാങ്കിന്റെ നീക്കത്തിന് തിരിച്ചടിയാകും. അതിനിടെ രാജ്യത്തെ വ്യാവസായിക ഉൽപാദനം 22 മാസത്തിനിടെ ആദ്യമായി നെഗറ്റീവ് വളർച്ച രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ 10.9% വ്യാവസായിക ഉൽപാദനമെങ്കിൽ ഈ വർഷം ഓഗസ്റ്റിലെത്തിയപ്പോൾ 0.1% ചുരുങ്ങിയെന്നും NSO പുറത്തുവിട്ട കണക്ക് പറയുന്നുണ്ട്. വ്യാവസായിക ഉൽപാദന സൂചിക 4.1% ഇടിഞ്ഞ 2022 ഒക്ടോബറിന് ശേഷമുള്ള ആദ്യത്തെ വീഴ്ചയാണിത്. ഇവയ്ക്ക് പുറമെ ക്രൂഡ് ഓയിലിന്റെ വില കൂടുന്നതും ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നതും ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് ഭീഷണിയാണ്. പച്ചക്കറി വിലക്കയറ്റ നിരക്ക് മുൻ മാസത്തിൽ നിന്ന് കുറഞ്ഞെങ്കിലും നവംബറിൽ 29.33% എന്ന 2 അക്ക നിരക്കിൽ തുടർന്നു. പാർപ്പിട മേഖലയിലെ വിലക്കയറ്റം ഒക്ടോബറിലെ 2.81% നിന്ന് 2.87%. രാജ്യത്തെ ആകെ ഉപഭോക്തൃ വിലയെ അടിസ്ഥാനമാക്കിയുള്ള വിലക്കയറ്റ നിരക്കിൽ നേരിയ കുറവുണ്ട്. വിലക്കയറ്റ നിരക്ക് ഒക്ടോബറിൽ 6.21% നവംബറിൽ 5.48 ചില്ലറ വിലക്കയറ്റം 4% റിസർവ് ബാങ്ക് ആഗ്രഹിക്കുന്നത്. വിലകൾ ഉയർന്നു നിൽക്കുന്നതിനാൽ 11 തവണയായി അടിസ്ഥാന പലിശ നിരക്കിൽ മാറ്റമില്ലാതെയാണ് പണനയം പ്രഖ്യാപിച്ചത്. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം റിസർവ് ബാങ്ക് 6 തവണ പലിശ നിരക്ക് കൂട്ടി. വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഇല്ലാത്തതും ഉയർന്ന ഇന്ധനവില, ഗതാഗത ചിലവ് കൂടിയതുമാണ് ഭക്ഷ്യോൽപ്പന്ന വില ഉയർത്തിയത്. ഈ വില വർധനവാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ ഇപ്പോൾ ചൊടിപ്പിച്ചത്.